മുത്തേ, തിങ്കളാഴ്ച നമുക്ക് അത്യാവശ്യമായിട്ട് ചെന്നൈക്ക് പോകണം. ഒരു കോൺഫറൻസ് ഉണ്ട്. ഒഴിയാൻ നോക്കിയതാണ്, പക്ഷെ ഞാൻ പോയേ പറ്റുള്ളൂ. അത് നമ്മുടെയും കൂടി കമ്പനിയല്ലേ. തേഴ്സ്ഡേ ഉച്ചയ്ക്ക് തിരിച്ചെത്തും. പക്ഷെ അതുവരെ മോളിവിടെ ഒറ്റയ്ക്കുന്നത് ശരിയാവില്ല. ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. തിങ്കളാഴ്ച വൈകുന്നേരം അച്ഛൻ വരും മോളെ കൂട്ടാൻ. കുറച്ച് ദിവസം അവിടെ നിൽക്കും കേട്ടോ. സാറ്റർഡേ ഈവനിങ് ഞാൻ അങ്ങോട്ട് വരാം. എന്നിട്ട് 2 ദിവസം ഞാനും കൂടാം. എന്തു പറയുന്നു? ആ, അത് കൊള്ളാം. അപ്പൂപ്പൻ്റെ അമ്മൂമ്മേനും കൂടെ അടിച്ചു പൊളിക്കാൻ 2 ദിവസം. പക്ഷെ അപ്പൂപ്പന് വയ്യല്ലോ അമ്മേ. പിന്നെ എന്തിനാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? ഞാൻ അങ്ങോട്ട് പോയിക്കോളാം. വീട്ടിലേക്ക് പോകേണ്ട ബസ് എനിക്കറിയാലോ. സ്റ്റാൻഡിലേക്ക് വരാൻ പറഞ്ഞാൽ മതി. പാവത്തിന് ബുദ്ധിമുട്ടിക്കണം. മോളൊറ്റയ്ക്ക് 2 മണിക്കൂർ കഷ്ടിച്ചല്ലേ ഉള്ളൂ. ഞാൻ പോയിക്കോളാം അമ്മേ. 15 വയസ്സ് തേഞ്ഞില്ലേ? ഇനിയെങ്കിലും ഒറ്റയ്ക്ക് പോയി പഠിക്കണ്ടേ? ആ, അത് ശരിയാ. എന്നാൽ ഞാൻ അച്ഛനോട് അങ്ങനെ പറയാം. നന്ദിനി ഫോണെടുത്ത് അച്ഛനെ വിളിക്കാൻ ചെന്നു. നന്ദിനിയും മകൾ ദേവാംഗനയും സിറ്റിയിലൊരു ഫ്ലാറ്റിലാണ് താമസം. മുത്ത് എന്നാണ് ദേവാംഗനെ അവൾ വിളിക്കുന്നത്. നന്ദിനിയും കൂട്ടുകാരി അലീനയും ചേർന്ന് നടത്തുന്ന ബ്യൂട്ടിക്കും ടെക്സ്റ്റൈൽസും ഇന്ന് നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇപ്പോൾ പുറം രാജ്യത്തേക്ക് അവരുടെ ഡിസൈനുകൾ എക്സ്പോർട്ട് ചെയ്യാനുള്ള പ്ലാനുണ്ട്. അതിൻ്റെ കോൺഫറൻസാണ് ചെന്നൈയിൽ. അത് ഓക്കെ ആയാൽ ബിസിനസ്സിൽ കൂടുതൽ ലാഭം കിട്ടും. അലീനയും നന്ദിനിയുമാണ് മീറ്റിങ്ങിന് പോകുന്നത്. അവിടെ വെച്ച് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവർ പറയുന്ന ഡിസൈൻ ചെയ്ത് കാണിക്കണം. അച്ഛനോട് മുത്ത് ബസ്സിന് വന്നോളാമെന്നും അപ്പോഴേക്കും ബസ് സ്റ്റാൻഡിൽ എത്തണമെന്നും ശട്ടം കെട്ടി. രാത്രിയായപ്പോൾ മുത്തിൻ്റെ ഫോണിൽ നിന്നൊരു മെസ്സേജ് പോയി. അമ്മ പോകുന്ന കാര്യത്തെപ്പറ്റിയും അപ്പൂപ്പൻ്റെ വീട്ടിൽ ഒരാഴ്ച നിൽക്കുന്നതിനെ പറ്റിയും അവൾ വിശദീകരിച്ചു. തിങ്കളാഴ്ച കാണാമെന്ന ഉറപ്പോടെ ആ ചാറ്റ് അവർ അവസാനിപ്പിച്ചു. തിങ്കളാഴ്ച രാവിലെ നന്ദിനി മകളെ കുത്തി എഴുന്നേൽപ്പിച്ചു. 10 മണി കഴിയുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞു. ഇടയ്ക്ക് വിളിക്കാനും അവൾ ഓർമ്മപ്പെടുത്തി. എന്നിട്ട് മകളുടെ നെറ്റിയിൽ സ്നേഹചുംബനം നൽകി യാത്ര പറഞ്ഞു. അമ്മയോട് താൻ ചെയ്യുന്ന തെറ്റാണെന്ന ബോധം അവളുടെ കണ്ണിൽ നനവ് പടർത്തി. തലേന്ന് ഒരുക്കി വെച്ച ബാഗ് ഒന്നുകൂടി പരിശോധിച്ച് തൃപ്തിപ്പെട്ടവൾ പോവാനുള്ള ഒരുക്കം തുടങ്ങി. ബസ് സ്റ്റാൻഡിലെത്തി ബസ് കയറിയെന്ന് അമ്മയെ വിളിച്ച് പറഞ്ഞവൾ ബസ്സിൽ കയറാതെ ആരെയോ കാത്തു നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ബുള്ളറ്റ് വന്ന് അവർക്ക് മുമ്പിൽ നിന്നു. ഹെൽമെറ്റ് ധരിച്ചു വന്ന് അവൻ അത് അഴിച്ചു വെച്ച് വണ്ടിയിൽ കയറാൻ അവളോട് പറഞ്ഞു. ബുള്ളറ്റാണോ? ഞാൻ കരുതി കാറായിരിക്കുന്നു. കാറ് വേണോ? എന്നാൽ ഞാൻ പോയിട്ട് എടുത്തിട്ട് വരാം. അത് വേണ്ട മനൂട്ട, ബുള്ളറ്റ് പോകാൻ കുറേ നാളായിട്ട് കൊതിക്കുന്നു. അപ്പോൾ വേഗം വണ്ടി വിടളിയോ? അവൾ അവനോട് ചേർന്നിരുന്നു. അപരിചിതമായ വഴികൾ താണ്ടി ബുള്ളറ്റ് കുതിച്ചു പാഞ്ഞു. ഇടയ്ക്കിടെ വന്ന അമ്മയുടെ കോൾ ഒഴിച്ചാൽ അവൾ ആ യാത്ര ഒത്തിരി ആസ്വദിച്ചിരുന്നു. ഉച്ചയോട് അടുത്തപ്പോൾ ബുള്ളറ്റ് വലിയൊരു ഗേറ്റ് കടന്ന് പഴമ നിറഞ്ഞൊരു വീടിന് മുമ്പിൽ കിതച്ചു നിന്നു. കണ്ണുകൾ നിറയെ അവൾ ആ വീടിനെ നോക്കി നിന്നു. വ്യാഴാഴ്ച ഉച്ചയോടെയാണ് നന്ദിനി ചെന്നൈയിൽ നിന്ന് എത്തിയത്. വീട്ടിലേക്ക് വിളിച്ച് വിശേഷങ്ങൾ അന്വേഷിച്ചു. മകളെ ചോദിച്ചപ്പോൾ ഉറക്കമാണെന്ന് പറഞ്ഞു. വൈകുന്നേരമായപ്പോൾ മുത്തിൻ്റെ ഫോണിലേക്ക് വിളിച്ച് വിശേഷം ചോദിച്ചു. 2 or 3 വാക്കിനപ്പുറം മിണ്ടാൻ അവൾക്ക് താല്പര്യക്കുറവ് പോലെ തോന്നി. ശനിയാഴ്ച വരെ എന്നെ ഒന്ന് ഡിസ്റ്റർബ് ചെയ്യില്ലേ അമ്മയെന്ന് പറഞ്ഞപ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നി നന്ദിനിക്ക്. ശനിയാഴ്ച ഉച്ചയോടെ സ്വന്തം വീട്ടിലേക്ക് അവൾ യാത്ര തിരിച്ചു. വീട്ടിലെത്തിയപ്പോൾ കണ്ടു ഉമ്മറത്ത് വഴിക്കണ്ണുമായി മുത്തിയിരിക്കുന്നു. കണ്ടപാടെ ഓടി വന്ന് കെട്ടിപ്പിടിച്ചപ്പോൾ അതുവരെ തോന്നിയ സങ്കടവും ദേഷ്യവുമെല്ലാം എങ്ങോ മാഞ്ഞുപോയി. രാത്രിയിൽ അമ്മയുടെയും അച്ഛൻ്റെയും ആ പഴയ നന്ദിനിക്കുട്ടിയായി മാറി. പിറ്റേന്ന് വൈകുന്നേരം അവിടെ നിന്ന് ഇറങ്ങാൻ മനസ്സ് വന്നില്ല. എങ്കിലും പോവാതിരിക്കാൻ അവൾക്കായില്ല. മുത്തിനും അതേ സങ്കടമായിരുന്നു. വീട്ടിലെത്തിയ പാടെ അവൾ അമ്മയുടെ മടിയിൽ തലവെച്ച് കിടന്നു. മുത്തിന് അമ്മയോട് എന്തെങ്കിലും പറയാനുണ്ടോ? അമ്മ, ഞാൻ കാര്യം ചോദിച്ചാൽ അമ്മ സത്യം പറയുമോ? എന്താടാ? അമ്മയുടെ മുത്തി ചോദിക്കേ. അമ്മയ്ക്ക് ഇപ്പോഴും അച്ഛയോട് വെറുപ്പാണ്. ആ ചോദ്യം കേട്ടപ്പോൾ ഞെട്ടലോടെയാണ് നന്ദിനി മോളെ നോക്കിയത്. അവളുടെ അച്ഛൻ്റെ പേരോ ഫോട്ടോയോ ഒന്നും ഒരിക്കലും താൻ അവൾ അറിയിച്ചിരുന്നില്ല. പക്ഷേ അമ്മേൻ്റെ മിണ്ടാത്തെ? നിനക്കറിയാവോ? ആരെ? മനൂട്ടനെയോ? ആശ്ചര്യത്തോടെ മകളുടെ മുഖത്തേക്ക് അവൾ നോക്കി. അവൾ മടിയിൽ നിന്ന് എഴുന്നേറ്റ് അമ്മക്ക് അഭിമുഖമായി നിന്നു. ഞാൻ എപ്പോഴും അച്ഛൻ്റെ കാര്യം പറഞ്ഞ് വഴക്കിടുമായിരുന്നില്ലേ? അങ്ങനെ ഒരു സമൂഹമാണ് അച്ഛൻ്റെ ഫോട്ടോ കാണിച്ചെന്ന്. പേര് മനു പ്രസാദാണെന്നും പറഞ്ഞു. പ്രണയിച്ച് വിവാഹം കഴിച്ച നന്ദിനിയും മനുവും ചെറിയ ചെറിയ പിണക്കങ്ങൾ വലുതാക്കിയാണ് പിരിഞ്ഞതെന്നും പരസ്പരം ഒന്നും തുറന്നു പറയാതെ ഈഗോ പിടിച്ച് നടന്നു. ഇത്രയും ഞാൻ അറിഞ്ഞിട്ട് 1-2 വർഷമായി അമ്മേ. അതിനുശേഷം ഞാൻ അമ്മയോട് അച്ഛനെ പറ്റി ഒന്നും ചോദിക്കാൻ വന്നിട്ടില്ല. കഴിഞ്ഞ വർഷം ആൾ വെച്ച് അച്ഛനുമായിട്ട് അമ്മ കൂട്ടിയിടിച്ചും അമ്മ അച്ഛനോട് ദേഷ്യപ്പെട്ട് ഓർക്കുന്നുണ്ടോ? നന്ദിനി അപ്പോഴാണ് അതിനെക്കുറിച്ച് വീണ്ടും ഓർത്ത്. അലീനയുടെ കുഞ്ഞിൻ്റെ പിറന്നാൾ ആഘോഷം മാളിലെ പാർട്ടി ഹാളിൽ വെച്ച് നടന്നു. അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ മനുവിനെ ഇടിച്ചത് അവൾ ഓർത്തു. കണ്ണ് കാണിലിടൂ. നന്ദിനി തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞതും മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടപ്പോൾ അനങ്ങാനാവാൻ നിന്നുപോയി. അമ്മ, സാരല്ല, അറിയാതെ ഇടിച്ചല്ലേ, വാ. മുത്ത് നന്ദിനിയുടെ കയ്യും പിടിച്ച് അവിടെ നിന്ന് ഇറങ്ങി. എന്നാൽ മനുവിനെ കണ്ട ഷോക്കിൽ തന്നെയായിരുന്നു നന്ദിനി. 2 ദിവസം എടുത്തു അതിൽ നിന്ന് മനസ്സിനെ തിരിച്ചു കൊണ്ടുവരാൻ. അമ്മ അന്നത്തെ കാര്യം ഓർത്താണോ? മുത്തിൻ്റെ ചോദ്യം കേട്ടപ്പോഴാണ് അവൾ ആലോചനയിലും തിരിച്ചു വന്ന്. ബാക്കി പറ. അമ്മയുടെ സ്വരത്തിൽ തിടുക്കം എന്തുകൊണ്ടോ അവൾക്ക് സന്തോഷമേകി. അന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ അച്ഛനാണതെന്ന്. അത് കഴിഞ്ഞ ഒരു ദിവസം ഞാനും ഫ്രണ്ട്സും ബീച്ചിൽ പോയില്ലേ, അന്ന് വീണ്ടും അച്ഛനെ കണ്ടു. അവൾ ആ ദിവസം ഓർത്തു നോക്കി. കൂട്ടുകാരുടെ കൂടെ കഥ പറഞ്ഞ് തള്ളിപിടിച്ചും ദേവാംഗന നടന്നു.
ആരോ തന്നെ ശ്രദ്ധിക്കുന്ന പോലെ തോന്നി സൈഡിലേക്ക് നോക്കിയപ്പോൾ കണ്ടു മകളെ കണ്ണു നിറച്ച് കാണുന്ന അച്ഛന്. അവൾ കണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ അയാൾ തിരിഞ്ഞടക്കാൻ ഒരുങ്ങി. അച്ഛേ, അവളുടെ വിളി കേട്ടപ്പോൾ ഞെട്ടിത്തിരിഞ്ഞ് നോക്കി. അവൾ ഓടി വന്ന അച്ഛനെ കെട്ടിപ്പിടിച്ചു. മുത്തിനെ കണ്ടിട്ടെന്നാ മിണ്ടാണ്ട് പോകുന്നേ? അച്ഛൻ്റെ മുത്തേ, സോറി മോളെ. മോൾക്ക് എന്നെ അറിയില്ലെങ്കിലോ എന്ന് കരുതി. ഞാൻ കാരണം എൻ്റെ കുഞ്ഞ് വിഷമിക്കരുതെന്ന് കരുതി. അതാ. അവളുടെ മൂർധാവിൽ അയാൾ ചുംബിച്ചു. കൂട്ടുകാർക്കൊക്കെ ആവേശത്തോടെ അച്ഛനെ പരിചയപ്പെടുത്തി. അമ്മയെ അറിയിക്കരുതെന്ന് പ്രോമിസ് എല്ലാവരോടും വാങ്ങി. നമ്മുടെ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റായി അച്ഛൻ അറിയുന്നുണ്ട്. മുന്നിൽ വരാറില്ലെന്നേ ഉള്ളൂ. ഓരോ പിറന്നാളിനും ആരുടെയും കയ്യിൽ നമുക്കുള്ള ഗിഫ്റ്റ് കൊടുക്കാറുണ്ട്. പക്ഷേ നമുക്ക് തന്നെ അറിയില്ലല്ലോ. അങ്ങനെ എല്ലാ കാര്യങ്ങളും അച്ഛൻ ഷെയർ ചെയ്തു. അതിനുശേഷം മെസ്സേജ് അയക്കും, ഇടയ്ക്ക് വിളിക്കും. അമ്മയ്ക്ക് ഇഷ്ടാവാത്തോണ്ടാ പറയാഞ്ഞ്. സോറി അമ്മേ. അമ്മ പേടിക്കണ്ട, അമ്മയെ വിട്ട് ഞാൻ എങ്ങോട്ടും പോവില്ല. അമ്മ കഴിഞ്ഞ് എനിക്ക് വേറെ ആരുള്ളൂ. അവൾ പറഞ്ഞു നിർത്തിയിട്ടും ഒന്നും മിണ്ടാനാവാതെ നന്ദിനി നിന്നു. അമ്മയ്ക്ക് ഇപ്പോഴും അച്ഛനോട് ദേഷ്യമാണോ? മോള് പോയി കുളിച്ച് കിടന്നു. എനിക്കിത്തിരി പണിയുണ്ട്. ചോദ്യങ്ങളിൽ നിന്നൊരു ഒളിച്ചോട്ടം. പിന്നൊന്നും പറയാതെ മുത്ത് തന്റെ മുറിയിലേക്ക് ചെന്നു. മനൂട്ടാ, അമ്മ ഇടഞ്ഞു തന്നെയാ. സാറില്ല അമ്മ, അച്ഛയുടെ മുത്ത് വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ഉറങ്ങിക്കോ. മുത്ത് ഉറക്കത്തിലേക്ക് വീണു. പിന്നീടുള്ള 2 ദിവസം ആവശ്യത്തിന് മാത്രമേ മുത്ത് നന്ദിനിയോട് മിണ്ടിയുള്ളൂ. അവളുടെ അകൽച്ച നന്ദിനിയെ വേദനിപ്പിച്ചു. അന്ന് രാത്രി മകളെയും കൂട്ടി ബാൽക്കണിയിൽ ചെന്നിരുന്നു. നിനക്ക് അമ്മയോട് ദേഷ്യമാണോ? ഇല്ല, നിന്റെ അച്ഛനെ ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു. പക്ഷേ അവസാനം അച്ഛൻ എന്നോട് ചതി കാണിച്ചു. രോഹിണി, അതാണോ അച്ഛൻ കാണിച്ച ചതി? നിനക്കറിയോ ഇതൊക്കെ? അറിയാം, ചെറിയമ്മ തന്നെയാ എന്നോടിത് പറഞ്ഞേ. ചെറിയമ്മ? ആ, രോഹിണി ചെറിയമ്മ എന്ന് വെച്ചാൽ അച്ഛൻ്റെ ഇരട്ട സഹോദരൻ ശിവപ്രസാദിന്റെ ഭാര്യ. നിനക്ക് അവരൊക്കെ എങ്ങനെ അറിയാം? അമ്മയോട് പറയാൻ ഞാനൊരു തെറ്റ് ചെയ്തു. അപ്പൂപ്പൻ്റെ അടുത്തേക്കെന്ന് പറഞ്ഞ് ഞാൻ ആദ്യം പോയത് കൃഷ്ണമംഗലത്താണ്. എൻ്റെ അച്ഛനും അമ്മയും പരസ്പരം സ്നേഹിച്ചിടന്ന വീട്ടിലേക്ക്. മനുട്ടൻ്റെ കൂടെ അവിടെ പോയപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നുണ്ടായിരുന്നു. കല്യാണിയമ്മ മരുമോളും കൂടെ കാണുമെന്ന പ്രതീക്ഷയിലായിരുന്നു. അച്ഛനും ഉണ്ടായിരുന്നു കൂടെ. എന്നെ കണ്ടപ്പോൾ എന്താ ഏതാ ചെയ്യേണ്ടെന്നറിയാൻ നിൽക്കാൻ 2. നങ്ങേലി മുത്തശ്ശി ഇപ്പോഴും ഉണ്ട്, കൈയൊക്കെ ചുക്കി ചുളിഞ്ഞ്. പക്ഷെ ആ ചിരി എന്ത് ഭംഗിയാണെന്നറിയോ? നങ്ങേലിക്കുട്ടിന്ന് വിളിച്ചപ്പോൾ അവിടെ കണ്ണു നിറഞ്ഞു. നന്ദമോൾ അങ്ങനെയാ വിളിക്കുന്നതെന്ന് പറഞ്ഞ് കുറേ കരഞ്ഞു. മരിക്കണതിന് മുന്നേ ഒരു വട്ടം കാണണമെന്നൊക്കെ പറഞ്ഞു. പാവം. പിന്നെ ചെറിയച്ഛനെയും ചെറിയമ്മയും അവരുടെ മക്കൾ ആരോമലി ആർച്ചയൊക്കെ കണ്ടു. അമ്മയുടെ ഇഷ്ട വിഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഊണിന്. കല്യാണിയമ്മയുടെ കൈപ്പുണ്യം ഒരു രക്ഷയില്ല. ഊണ് കഴിഞ്ഞിട്ട് മനുവിനെയും കെട്ടിപ്പിടിച്ച് നമ്മുടെ മുറിയിൽ കിടന്നു. അവിടെ നിറച്ചത് നമ്മുടെ ഫോട്ടോസ് മാത്രമേ ഉള്ളൂ. കല്യാണ ഫോട്ടോ, നിറവേറിയിട്ട് അമ്മയുടെ കൂടെ അച്ഛനുള്ള ഫോട്ടോ, ഞാൻ ജനിച്ചപ്പോൾ എടുത്ത് തുടങ്ങി. ഇതാ എൻ്റെ 15ാം പിറന്നാളിനെടുത്ത ഫോട്ടോ വരെയുണ്ട് ഫ്രെയിം ചെയ്തിട്ട്. പിന്നെ അവിടുന്ന് പോരുന്നതിന് മുന്നേ അമ്മ ചോദിച്ച എല്ലാ സാധനങ്ങളും ആ മുറിയിലുണ്ട്. അമ്മയെ പ്രതീക്ഷിച്ചെന്ന പോലെ. വൈകിട്ട് നാട് മുഴുവൻ മനൂട്ടൻ്റെ കൂടെ സൈക്കിളിൽ കയറി കറങ്ങി. രാത്രി ആയപ്പോഴേക്കും സീതച്ചിട്ട് വന്നു. മക്കളും കെട്ടിയവനൊക്കെ ഉണ്ടായിരുന്നു കൂടെ. പിറ്റേന്ന് വൈകുന്നേരം വരെ എന്നെ എല്ലാവരും കൂടെ സ്നേഹിച്ച് കൊന്നു. രോഹിണി ചെറിയമ്മ അമ്മയോട് മാപ്പി ചോദിക്കാൻ പറഞ്ഞു. അറിയാതെയാണെങ്കിലും അവരൊരു കാരണമല്ലേ നിങ്ങൾ രണ്ടുപേരും അകലാൻ. ഇപ്പോഴും ആ ഒരു സങ്കടം അവർക്കുണ്ട്. അപ്പൂപ്പനും അമ്മമ്മക്ക് അറിയായിരുന്നു പോയത്. അവർ എതിർത്തില്ല. പക്ഷേ ഇനി ഞാനങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ അമ്മയും കാണും. നിങ്ങൾ തമ്മിൽ സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഇടയിലുള്ളൂ. അമ്മയ്ക്ക് സമ്മതമാണെങ്കിൽ ഞായറാഴ്ച മനൂട്ട് ഇങ്ങോട്ട് വരും. മനസ്സുറന്ന് സംസാരിക്കുക. എല്ലാം നീ തീരുമാനിച്ച പോലെ നടക്കണമെന്നില്ല മുത്തേ. എന്നോട് പറയാൻ നീ അവിടെ പോയി ഒരു ദിവസം നിന്ന് പോലും തെറ്റാ. എന്നിട്ടിപ്പോൾ എന്നെ ഉപദേശിക്കുന്നു. ഇനി നീ അയാൾ വിളിച്ചാൽ പിന്നെ അമ്മയെ നീ കാണില്ല. അമ്മ, ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതന്നേ ഉള്ളൂ. ഞാനിനി ആരും വിളിക്കുന്നില്ല. ഇതാ എൻ്റെ ഫോൺ. ഇത് അമ്മ കയ്യിൽ വെച്ചത്. എനിക്കാരെയും തോൽപ്പിക്കണ്ട. ഫോൺ അവിടെ കയ്യിൽ കൊടുത്ത് നിറകണ്ണുകളോടെ മുത്ത് മുറിയിലേക്ക് ചെന്നു. അപ്പോഴാണ് നന്ദിനിയുടെ കയ്യിൽ നിന്ന് ആ ഫോൺ ബെല്ലടിച്ചത്. നന്ദിനി അത് കാതോട് ചേർത്തു. മുത്തേ, അച്ഛനു വേണ്ടി അമ്മയോട് വഴക്ക് കൂടല്ലേ കേട്ടോ. അവൾ ഒരിക്കലും എന്നെ ആക്സെപ്റ്റ് ചെയ്യില്ല. ഹലോ. മറുതൽക്കൽ മറുപടി കിട്ടാത്തതുകൊണ്ട് 1-2 തവണ മുത്തിനെ വിളിച്ചു. മനുവിന് മനസ്സിലായി അത് നന്ദുവാണെന്ന്. നന്ദു, സോറി. മോൾക്ക് വീടൊക്കെ ഒന്ന് കാണണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ എൻ്റെ സ്വാർത്ഥത കൂടിയായി. അവൾ അടുത്ത് കിട്ടിയില്ലല്ലോ, അതാ. പക്ഷെ അവൾ കൂടെ ഉണ്ടായ ആ ഒരു ദിവസം, അത് മതി എനിക്ക് ഈ ജന്മം മുഴുവൻ ഓർക്കാൻ. ഇനി ഞാനൊരു ശല്യമായിട്ട് വരില്ല, നിന്റെ മുന്നിലും അവളുടെ മുന്നിലും. ഫോൺ കട്ടായിട്ടും കുറേ നേരം ചെവിയിൽ തന്നെ വെച്ചു. പിന്നെ എന്തോ ഓർത്ത പോലെ അലീനെ വിളിച്ചു. മനസ്സിലെ ഭാരം തീർക്കാനെന്ന പോലെ മുത്ത് പറഞ്ഞൊക്കെ അവളോട് പറഞ്ഞു. അവളിൽ നിന്ന് പിന്നെയും പല കാര്യങ്ങളും അറിഞ്ഞു. രോഹിണിയെയും ശിവയെ ഒരുമിച്ച് കണ്ടവരുണ്ട്. ശിവയ്ക്ക് വേണ്ടി രോഹിണിയുടെ വീട്ടിൽ പോയി ബഹളം വെച്ച മനുവിനെ കണ്ടവരുണ്ട്. ഗർഭിണിയല്ലേ, എല്ലാം കലങ്ങി തെളിഞ്ഞിട്ട് പറയാമെന്ന് കരുതി ഒന്നും പറയാതിരുന്ന് തെറ്റായെന്നോർത്ത് പശ്ചാത്തപിക്കുന്ന മനുവിൻ്റെ മനസ്സും. അവനെല്ലാം പറയാൻ വന്നിട്ടും ഒന്നും കേൾക്കില്ലെന്ന് വാശി പിടിച്ച നന്ദു.
പിന്നീട് ആരൊക്കെ മനുവിനെ കുറിച്ച് സംസാരിച്ചാലും കേൾക്കാതെ മാറിയടക്കുന്ന നന്ദുവിൻ്റെ ഈഗോയെ പറ്റിയും അലീന പറഞ്ഞപ്പോൾ ഉത്തരവുണ്ടായിരുന്നില്ല. പ്രണയിച്ച് ജീവന്റെ പാതിയാക്കിയവൻ ചതിച്ചെന്ന തോന്നൽ. ഒരിക്കലും അവൻ്റെ ഭാഗം കേൾക്കാൻ തയ്യാറാവാത്ത മനസ്സിൻ്റെ കാരണം അതായിരുന്നു. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അവനെ തോൽപ്പിച്ച അഹങ്കാരമായിരുന്നു. അവനില്ലേലും ഞാൻ ജീവിക്കുമെന്ന അഹങ്കാരം. പക്ഷേ ആ മനുഷ്യൻ ഇപ്പോഴും തൻ്റെ വരവിനായി കാത്തു നിൽക്കുന്നു. എല്ലാം മനസ്സിലാവാൻ മകള് തന്നെ വേണ്ടി വന്നു. മുത്തിൻ്റെ മുറിയിൽ ചെന്നപ്പോൾ അവൾ കമിഴ്ന്നിടപ്പായിരുന്നു. കരയുകയാണെന്ന് മനസ്സിലായി. മുത്തേ, ദാ ഫോൺ. നിന്റെ മനുവിട്ടിനെ വിളിച്ച് പറ, ഞായറാഴ്ച വരാൻ. ഇഷ്ടമുള്ള ബിരിയാണി നന്ദു ഉണ്ടാക്കി വെക്കാമെന്ന് പറ. അത് കേട്ടവൻ ചാടി എഴുന്നേറ്റ് അമ്മയെ തന്നെ നോക്കിയവൾ. എന്നിട്ട് ഫോൺ പിടിച്ചു വാങ്ങി അച്ഛനെ വിളിച്ചു. ഒറ്റ ശ്വാസത്തിലെല്ലാം പറഞ്ഞപ്പോൾ മറുവശത്ത് അവിശ്വസനീയതയോടെ നിൽപ്പുണ്ടായിരുന്ന ഒരാൾ. നഷ്ടപ്പെട്ടു പോയ 15 വർഷങ്ങളെ തിരികെ പിടിക്കാനുള്ള മനസ്സോടെ മൂവരും ഞായറാഴ്ചയ്ക്ക് വേണ്ടി കാത്തിരുന്നു.